ഹായ്. അപ്പം ഇന്ന് നമുക്ക് അബാക്കസിലെ ഈ അബാക്കസിൻ്റെ പല പാർട്സുകളുണ്ട്, അതെന്താണെന്ന് നോക്കാം അല്ലേ. ഇതാ ഈ അബാക്കസ് കണ്ടില്ലേ, ഈ അബാക്കസിലല്ല, ഞാനിപ്പോൾ ഈ അബാക്കസിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് വൺ നമ്മളുടെ ഫ്രെയിമാണ്. നമ്മൾ ഈ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് എന്തിനാണ്? ഫോട്ടോ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അബാക്കസിലെ ബീഡ്സുകളൊന്നും സ്ഥാനം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്, ചട്ടക്കൂട്. ഇതാണ് അബാക്കസിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. ഇതാണ് അബാക്കസിൻ്റെ ഫ്രെയിം. പിന്നെ അതുപോലെ ഈ സെൻറ്ററിലൂടെ ഒരു ലൈന് പോകുന്നുണ്ടല്ലോ, ബ്ലാക്ക് കളറ്, ഇതാണ് യൂണിറ്റ് ബാർ. യൂണിറ്റ് ബാർ, ഈ യൂണിറ്റ് ബാറിൽ വൈറ്റ് കളറിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വൈറ്റ് കളറിൽ ഒരു ഡോട്ട് കാണുന്നുണ്ട്, അതാണ് യൂണിറ്റ് ഡോട്ട്സ്. യൂണിറ്റ് ഡോട്ട്സ്. പിന്നെ കണ്ടോ, താഴെ ഒരുപാട് ബീഡ്സ് ഉണ്ട്, മുകളിലും ഒരുപാട് ബീഡ്സ് ഉണ്ട്. താഴെയുള്ള ബീഡ്സിൻ്റെ പേര് എർത്ത് ബീഡ്സ് എന്നും മുകളിലുള്ള ബീഡ്സിൻ്റെ പേര് ഹെവൻ ബീഡ്സ് എന്നും. താഴെയുള്ളത് എർത്ത് ബീഡ്സ്, മുകളിലുള്ളത് ഹെവൻ ബീഡ്സ്. പിന്നെ ഇതാ ഓരോ നിരകളിലായിട്ടാണ് അബാക്കസ് അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിരകൾക്ക് പറയുന്ന പേരാണ് റോഡ്സ്. റോഡ്സ്. അപ്പോൾ ഫസ്റ്റ് മുതൽ ഒന്നും കൂടെ പറയാം. ആദ്യം ഇതാണ് ഫ്രെയിം, അബാക്കസിൻ്റെ ഫ്രെയിം. പിന്നെ ഇതാണ് എർത്ത് ബീഡ്സ്, ഇതാണ് ഹെവൻ ബീഡ്സ്. ഈ സെൻറ്ററിൽ പോകുന്ന ഈ ലൈനാണ് യൂണിറ്റ് ബാർ. പിന്നെ അതുപോലെ ഇതിൽ വരുന്ന ഈ വൈറ്റ് ഡോട്ടാണ് യൂണിറ്റ് ഡോട്ട്സ്. പിന്നെ വരുന്നതാണ് റോഡ്സ്, ഓരോ നിരകളായിട്ടുള്ളതാണ് റോഡ്സ്. ഓക്കെ.